ഒരു നാൾ തമാശയ്ക്ക് പാർവതീദേവി ശിവഭഗവാന്റെ കണ്ണുകൾ തൻ്റെ കൈപ്പത്തികളാൽ മൂടിയല്ലോ. അന്നേരം ലോകം ഇരുണ്ടു എന്നുള്ളതാണ്. ഈ സമയത്ത് ശിവനിലുണ്ടായ ചൂടും ഒരു ഇറ്റ് വിയർപ്പും വീണതാണല്ലോ അന്ധകാസുരൻ എന്ന അന്ധനായ മകൻ്റെ ജനനം. ആ സമയത്തായിരുന്നല്ലോ രാക്ഷസ രാജാവായിട്ടുള്ള ഹിരണ്യാക്ഷൻ കുഞ്ഞില്ല എന്ന് ഭഗവാന് ശിവനെ തൊഴുത് വണങ്ങി ഇരുന്ന സമയം. അപ്പോൾ ഈ അന്ധകാസുരനെ ഹിരണ്യാക്ഷനെ വളർത്താൻ കൊടുത്തല്ലോ. അങ്ങനെ ഇവൻ വളർന്നു, ഹിരണ്യാക്ഷന് മകനായിട്ട് വളർന്നു. എന്നിട്ട് പ്രായപൂർത്തി ആയപ്പോഴത്തേക്ക് ഇവൻ തപസ് അനുഷ്ഠിച്ചു ബ്രഹ്മാവിന്. അങ്ങനെ തനിക്ക് കാഴ്ചശക്തിയും ഭയങ്കരമായ ശക്തിയും യോഗ്യതയും ഒക്കെ ലഭിച്ചു. അങ്ങനെ ലോകങ്ങളെ അത്രയും കീഴടക്കുക അഹങ്കാരവും ധിക്കാരവും കൊണ്ട് അന്ധത തന്നെയാണ്. അങ്ങനെ പാർവതി ദേവിയെ തന്നെ സ്വന്തമാക്കാനായിട്ട് അവൻ തയ്യാറാകുന്നു. കാരണം അവൻ്റെ ശരിക്കുമുള്ള അമ്മയാണ് പാർവതി ദേവി ഗോഡസ് എന്നുള്ളത് അറിയുന്നില്ല. ശിവൻ ഇവനെ വകവരുത്തുകയും തിരിച്ചറിവ് കൊടുക്കുകയും ചെയ്തു എന്നൊരു കഥയുണ്ടല്ലോ ശിവപുരാണത്തിൽ. എന്നതുപോലെ ഇന്നേ യങ്സ്റ്റേഴ്സ്, ഇന്നേ മനുഷ്യർ ഈ ആവർത്തിച്ച് ഞാൻ പറയുന്ന ഈ മൊബൈൽ ഫോണിൻ്റെ ദുർവിനിയോഗം സത്യത്തിൽ ആങ്ങളെയും പെങ്ങളും അല്ലെങ്കിൽ സഹോദരന്മാർ അല്ലെങ്കിൽ സഹോദരിമാർ തമ്മിൽ മറ്റൊരു തലത്തിലുള്ള ഇന്നേ കലികാലത്ത് ഈ കലിയുഗത്തിൽ മോശം റിലേഷൻഷിപ്സിൽ പോകുന്ന അവസ്ഥയിലേക്ക് അധപ്പതിച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സുഹൃത്തും വഴികാട്ടിയായിട്ടുള്ള സൈക്കോളജിസ്റ്റ് നാഗരാജാണ്. ഈ മൊബൈൽ ഫോണിലൂടെ കണ്ട് ബന്ധങ്ങൾ ആരുമായിട്ട് എന്നതുപോലും തിരിച്ചറിവില്ലാത്ത അധപതനത്തിലേക്ക് അപകടം തന്നെ. അതുകൊണ്ട് തിരിച്ചറിയൂ മുതിർന്നവർ, കുട്ടികൾ ഏത് മാനസികാവസ്ഥയിൽ ആയിപ്പോകുന്നു. ഇവർ കാണാൻ പാടില്ലാത്തതായിട്ടുള്ള പ്രായത്തിന് അതീതമായിട്ടുള്ള അത്തരം വീഡിയോസൊക്കെ കണ്ട് കൊച്ചു പ്രായം മുതൽ തന്നെ ഏതോ ഒരു തരം മാനസിക അവസ്ഥയിലേക്ക് സമൂഹത്തിൻ്റെ നല്ലൊരു പങ്കും അപകട നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു. ശ്രദ്ധിക്കുക. ബന്ധങ്ങൾ ആരുമായിട്ട് എന്നത് തന്നെ മറന്നുപോയൊരവസ്ഥ നിങ്ങൾ കാണുന്നില്ല. ഞാൻ ഈ മേഖലയിൽ 23 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. കൊറോണയ്ക്ക് ശേഷം പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് വളരെ തീവ്രമാണ്. വളരെ കടുപ്പമേറിയ സ്ഥിതിവിശേഷത്തിലൂടെ മനുഷ്യൻ്റെ മാനസികാരോഗ്യം അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾ മുതൽ. ഒരു കുഞ്ഞു കുട്ടിക്ക് കരയാതിരിക്കാൻ ഈ ഫോണും കൊടുത്തേക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വേണമെങ്കിൽ. എന്തായാലും എൻ്റെ സേവനം നേടാം. സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ കൗൺസിലിംഗ്, സൈക്കോതെറാപ്പി, ഹിപ്നോതെറാപ്പി, ചൈൽഡ് സൈക്കോളജി, അഡോളസെൻ്റ് കൗൺസിലിംഗ് ഒക്കെ ഉണ്ട്. ഞാൻ കൊല്ലം അയത്തിൽ മെഡിട്രീന ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് സ്വന്തമായിട്ട് മുഖത്തലയിൽ NP സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. 9605743596. അതുകൊണ്ട് ഇന്ന് അന്ധകാരത്തിലാണ്, ബന്ധങ്ങളൊക്കെ. എല്ലാവരെയും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല, പക്ഷേ നിങ്ങൾ അറിയുന്നില്ല, ഞാൻ കാണുന്നു. വളരെ തീവ്രവും അപകടവുമായി പോയിക്കൊണ്ടിരിക്കുകയാണ് റിലേഷൻഷിപ്സൊക്കെ. വളരെ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക.